മഴ നമുക്ക് ആവശ്യമാണ്. ധാരാളം പേര് പ്രാർത്ഥിക്കുന്നുണ്ട് മഴയ്ക്ക് വേണ്ടി. അപ്പോൾ ഒരു നല്ല മഴ പെയ്തതിന് നമ്മളോട് ചേർന്ന് സ്തോത്രം ചെയ്യുക. എന്നാൽ മഴ പെയ്താലും നമ്മുടെ ആത്മീയ ശുശ്രൂഷകളൊന്നും മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് അത്യാവശ്യമായിരിക്കുന്ന കാര്യം. യോഹന്നാന് ഉണ്ടായ വെളിപാട് സംബന്ധിച്ചുള്ള പഠനമാണ് നമ്മൾ തുടരുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല, നിർവാഹവുമില്ല. പഠനം തുടരുകയാണ്. വെളിപാട് പുസ്തകം അതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, പ്രത്യേക സവിശേഷതകളാണ് നമ്മളൊടുവിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ ഞാൻ അനുസ്മരിപ്പിക്കുകയുണ്ടായി. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണല്ലോ അല്ലേ? ക്ലാസ് ആരംഭിക്കുന്നുണ്ട്, ഇങ്ങ് വരാൻ ക്ലാസ് എത്താൻ ഇച്ചിരി സമയമെടുക്കും. എല്ലാവരും എത്തിയല്ലോ അല്ലേ? അപ്പം നോക്കത്തോട്ടാണ്. ഒന്ന്, ഈ വെളിപാട് പുസ്തകം ഒരു അപ്പോക്കലിപ്റ്റിക് ബുക്കാണ്. അത് മറനീക്കി ദൈവം ഇനി എന്തൊക്കെയാണോ ചെയ്യാൻ പോകുന്നത്, ചരിത്രത്തിൽ ദൈവം ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം ഒരല്പം പോലും മറച്ചു വയ്ക്കാതെ പൂർണ്ണമായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥമാണ് വെളിപാട് പുസ്തകം. രണ്ടാമത്, ഇതൊരു പ്രവചന ഗ്രന്ഥമാണ്. ഞാനതിന് അനേക തെളിവുകൾ പറയുന്നുണ്ട്. റെവലേഷൻ ഈസ് എ ബുക്ക് ഓഫ് പ്രോഫസി. ഇതൊരു പ്രവചനത്തിൻ്റെ പുസ്തകമാണ്. മൂന്നാമത് നമ്മൾ കണ്ടത് വെളിപാട് പുസ്തകം എ ബുക്ക് ഓഫ് ഓൾഡ് ടെസ്റ്റമെന്റ് ഇന്റർപ്രിട്ടേഷൻ. പഴയ നിയമത്തിൻ്റെ വ്യാഖ്യാനമാണ് വെളിപാട് പുസ്തകം. അതിലൊറ്റ വാചകത്തിൽ ഞാനിങ്ങനെ പറയാം, വെളിപാട് പുസ്തകം ബൈബിളിലെ മറ്റ് എല്ലാ ഗ്രന്ഥങ്ങളുമായിട്ട് യോജിച്ച് കിടക്കുന്ന പുസ്തകമാണ്. പഴയ നിയമത്തോട് മാത്രമല്ല, എല്ലാ പുസ്തകങ്ങളോടും യോജിച്ച് കിടക്കുന്ന അഥവാ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. നാലാമത് നമ്മൾ കണ്ടത് റെവലേഷൻ ഈസ് എ ബുക്ക് ഓഫ് കൺസ്യൂമേഷൻ. പരിസമാപ്തികളുടെ പുസ്തകമാണ്. ആരംഭവും അവസാനവും വ്യക്തമാക്കുന്ന പുസ്തകമാണ് വെളിപാട് പുസ്തകം. അത് ഈ ലോകത്തിൻ്റെ ആരംഭം, അതിൻ്റെ സമാപ്തി, പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭം, അതിൻ്റെ പരിസമാപ്തി, തുടർന്ന് മനുഷ്യനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ പരിസമാപ്തി, ചരിത്രത്തിൻ്റെ പരിസമാപ്തി, സഭയുടെ പരിസമാപ്തി, യഹൂദൻ്റെ പരിസമാപ്തി, ലോകരാഷ്ട്രങ്ങളുടെ പരിസമാപ്തി, പിന്നെ ഈ ആകാശ ഭൂമികളുടെ പരിസമാപ്തി. ഇതെല്ലാം ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ആകാശം ഭൂമിയൊക്കെ വരും. എല്ലാത്തിൻ്റെയും പരിസമാപ്തി പ്രകടമാക്കുന്ന ഗ്രന്ഥമാണ് വെളിപാട് പുസ്തകം. ഒരു പ്രധാന കാര്യം നമ്മുടെ രക്ഷയോട് ബന്ധപ്പെടുത്തി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വീണ്ടെടുപ്പ് വേലയുടെ പരിസമാപ്തിയാണ് വെളിപാട് പുസ്തകത്തിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. വീണ്ടെടുപ്പ് പ്രവൃത്തി, ഒരു ദൈവവൈതലിൻ്റെ വീണ്ടെടുപ്പ്, നമ്മുടെ വീണ്ടെടുപ്പ്, ഈ ഭൂമിയുടെ വീണ്ടെടുപ്പുണ്ടോ? അങ്ങനത്തെ സംഗതി ഉണ്ടോ? റോമാലേഖന 8-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, സർവ സൃഷ്ടിയും എന്ത് ചെയ്യുക? ഈറ്റുനോവോടെ കാത്തിരിക്കുക. എന്തിനു വേണ്ടിയാ? ദ്രവത്വത്തിൻ്റെ ദാസത്വത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി. ഇതൊക്കെ വലിയ അത്യന്താപമായ സത്യമാകട്ടെ. അപ്പൊ ഈ പ്രപഞ്ചം ഞരങ്ങുന്നുണ്ടെന്നാ പറയുന്നത്. ഈ പ്രപഞ്ചം ഞരങ്ങുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്. ഈ മരം ഗിരിഗിരാന്നുള്ളൊരു ശബ്ദം വരുന്നില്ലേ? ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന ആ ശബ്ദം ഒരു മരത്തിൻ്റെ കരച്ചിലാണ്. ഈ പ്രപഞ്ചത്തിലെല്ലാം കരഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി ആ വീണ്ടെടുപ്പിൻ്റെ വൃത്താന്തം വ്യക്തമാക്കുന്ന ഗ്രന്ഥമാണ് വെളിപാട് പുസ്തകം. നമ്മൾ ഈ പുസ്തകത്തിൻ്റെ മഹത്വം, നമ്മുടെ കയ്യിൽ ഇതിങ്ങനെ ഇരിക്കുന്നു,
വർഷങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ പൂർണ്ണ മഹത്വം വേണ്ട നിലയിൽ നമ്മൾ ഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാനിപ്പോൾ അവിടെ നിർത്തട്ടെ. വെളിപാട് പുസ്തകം, 5-ാമതായി വെളിപാട് പുസ്തകം എന്നുള്ളത് ദ ബുക്ക് റിട്ടൺ ടു ദ ഒബീഡിയന്റ് റീഡർ. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അനുസരണയുള്ള വായനക്കാർക്ക് വേണ്ടിയാണ്. അത് നമ്മൾ പലപ്പോഴായിട്ട് അത് ചിന്തിച്ചതാണ്. എങ്കിലും ഞാൻ ഒന്ന് ആവർത്തിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം അവസാനിക്കുന്നത് വായിച്ച് കേൾപ്പിക്കുന്നവർ, വായിക്കുന്നവർ, പിന്നെ ഇത് പ്രമാണിക്കുന്നവർ അനുസരിക്കാനുള്ള പുസ്തകമാണ്. വെളിപാട് പുസ്തകത്തിൽ അനുസരിക്കാൻ വല്ലതുകൊണ്ടോ? നമ്മൾ അനുസരിക്കാനുള്ള കൽപ്പനകൾ വല്ലതുമുണ്ടോ? അയ്യോ, ഒരുപാട് കൽപ്പനകളുണ്ട് കേട്ടോ. നമ്മൾ പാലിക്കേണ്ട അനിവാര്യമായ നിരവധി സത്യങ്ങളുണ്ട്. ഒരു വാചകം ഞാൻ പറയാം. വിശുദ്ധൻ ഇനി എന്ത് ചെയ്യണം? ഒറ്റക്കാര്യം നമ്മൾ അനുസരിക്കാനുള്ള, അതിൽ കൂടുതൽ അതിൽ പരമായ ഒരു പ്രമാണം പറയാനില്ലല്ലോ. വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കണം. അനുസരിക്കാനുള്ള പ്രമാണങ്ങളുടെ ഒരു ഗ്രന്ഥമാണ് വെളിപാട് പുസ്തകം. ഞാനിങ്ങനെ മുഖവുര പറഞ്ഞ് അധികം ദീർഘിപ്പിക്കുവാൻ നിവൃത്തിയില്ലല്ലോ. പിന്നെ നമ്മൾ ചിന്തിച്ച കാര്യമായതുകൊണ്ട് ഞാൻ ആശയം മാത്രം പറഞ്ഞു പോകാം. നമ്മളത് ആദ്യത്തെ ക്ലാസ്സിൽ വിശദമായി ചിന്തിച്ചതാണ്. ഈ പുസ്തകം പ്രധാനമായി 4 വ്യാഖ്യാനങ്ങളുടെ പുസ്തകമാണ്. 4 പ്രധാന വ്യാഖ്യാനങ്ങൾ ഇതിലുണ്ട്. നമ്മൾ കണ്ടല്ലോ. അത് ചരിത്രപരമായ വ്യാഖ്യാനമാണ്. പിന്നെ തുടർന്ന് നിരവധി സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇത് ആത്മീയമായ വ്യാഖ്യാനമാണ്. പിന്നെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ വ്യാഖ്യാനമാണ്. അപ്പോൾ ഈ പുസ്തകം 4 വിധ വ്യാഖ്യാനങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഈ പുസ്തകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള പ്രധാന സവിശേഷതകൾ നമ്മൾ ചിന്തിച്ചാൽ അവസാനമായി റെവലേഷൻ ഈസ് ദ ബുക്ക് ദാറ്റ് മസ്റ്റ് ബി ബിബ്ലിക്കലി ഇന്റർപ്രറ്റഡ് എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ മറ്റു പുസ്തകങ്ങളുമായി താരതമ്യം ചെയ്ത് വ്യാഖ്യാനിക്കേണ്ട പുസ്തകമാണ് ഈ വെളിപാട് പുസ്തകം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. ഈ വെളിപാട് പുസ്തകം മറ്റ് ഗ്രന്ഥങ്ങളുമായി ചേർത്ത് പഠിക്കുന്നതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വായനക്കാർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ആരൊക്കെ ഇത് വായിക്കുന്നു അവരെല്ലാം ഭാഗ്യവാന്മാരാണ്. ഇനി നമ്മൾക്ക് ഈ 1-ാം അധ്യായത്തിലേക്ക് വരാം. ഇന്ന് പ്രിയ സഹോദരന് ആദ്യം പറഞ്ഞതുപോലെ 1-ാം അധ്യായത്തിൽ 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ, 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെയുള്ള പഠനങ്ങൾ തുടരാൻ സാധിക്കും. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾക്കൊന്ന് വേഗത്തിൽ നോക്കാൻ ശ്രമിക്കാം. അതിൽ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾക്കൊന്ന് വായിക്കാം. ആദ്യം നമ്മൾക്കതൊന്ന് വായിക്കാം. ആരെങ്കിലും ഒരു സഹോദരനൊന്ന് വായിച്ച് സഹായിക്കാം. നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നതിനും നമ്മുടെ പാവപോക്കി നമ്മെ തന്റെ രക്തത്താൽ ജീവിച്ച പിതാവായ ദൈവത്തിൽ നമ്മെ രാജ്യവും പുരോഹിതന്മാരും
ആദ്യത്തേക്കുമായ എന്നേക്കും മഹത്വവും ഗൗരവവും ആകും. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കാണും അവനെ കുത്തിത്തുറച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രമൊക്കെ അവനെ ചൊല്ലി വിലപിക്കും. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അറിയിച്ചു. നമ്മൾക്ക് ആദ്യത്തെ 3 വാക്യങ്ങളെ ഞാനൊന്ന് 1, 2 എന്ന് അക്കം വിട്ട് പറഞ്ഞു പോവാം. അത് കഴിഞ്ഞിട്ട് 4 മുതലുള്ള വാക്യത്തിലേക്ക്. ഒന്ന്, ഇതൊരു വലിയ വെളിപാടാണ്. തുടങ്ങുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിൻ്റെ വെളിപാട്, ദ ഗ്രേറ്റ് റെവലേഷൻ. ബൈബിളിൽ മറ്റൊരു പുസ്തകത്തിലും ഇല്ലാത്ത ഏറ്റവും വലിയ വെളിപാടുകളുടെ സമാഹാരമാണ്, വെളിപാടുകളുടെ കൂമ്പാരമാണ് വെളിപാട് പുസ്തകം. രണ്ടാമത്, ഈ വെളിപാട് നമ്മൾ കേട്ടല്ലോ, ആ വെളിപാട് ദൈവം തൻ്റെ സ്വകാര്യതയിൽ വെച്ചിരുന്ന, എന്നൊക്കെ വാക്യങ്ങളുണ്ട് കേട്ടോ, തൻ്റെ ദാസന്മാരെ അറിയിക്കാതെ ദൈവം ഒന്നും, ആമോസിൻ്റെ പ്രവചനത്തിൽ വായിക്കുന്നില്ല, തൻ്റെ ദാസന്മാരെ അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ പക്കൽ ദൈവം സ്വകാര്യമായി രഹസ്യത്തിൽ വെച്ചിരുന്ന ആ മുഴുവൻ രഹസ്യങ്ങളും യേശുക്രിസ്തുവിന് കാണിച്ചു കൊടുക്കുക. യേശുക്രിസ്തു അത് ദൂതന് കാണിച്ചു കൊടുക്കുക. ദൂതൻ അത് യോഹന്നാൻ അപ്പൊസ്തലന് കാണിച്ചു കൊടുക്കുന്നു. യോഹന്നാൻ അപ്പൊസ്തലൻ അത് എന്ത് ചെയ്യുന്നു? തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് താൻ കണ്ടതെല്ലാം എഴുതി വച്ചിരിക്കുക. ഇതാണ് അതിൻ്റെ ക്രമം. അപ്പോൾ ഈ വെളിപാട് യോഹന്നാൻ മുഖാന്തരം നമ്മളെ അറിയിച്ചത് ഒരു പ്രധാന കാര്യം ഇവിടെ വ്യക്തമാക്കുന്നു. നോക്കുക, ആ 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താ? വേഗത്തിൽ സംഭവിക്കുവാൻ ഉള്ളത്. സംഭവിച്ചതല്ല, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല. അതുകൊണ്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. വർത്തമാനകാല വെളിപാടുണ്ട്, പിന്നെ വേഗത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് യോഹന്നാനെ കാണിച്ചത് നമ്മൾ പലപ്പോഴും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. എന്തിനാ? നമ്മളെ അറിയിക്കാൻ വേണ്ടിയാണ്, നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, തൻ്റെ ദാസന്മാരെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് നൽകിയത്. ദൂതൻ മുഖാന്തരം ഇത് നൽകിയത് അതിനു വേണ്ടിയാണ്. ഇനിയും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ 4 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ യോഹന്നാൻ അപ്പൊസ്തലൻ പറയുന്ന ഒരു കാര്യം, യോഹന്നാൻ അപ്പൊസ്തലനോട് പറയുന്ന ഒരു കാര്യം, 2-ാം വാക്യം നോക്കുക. യോഹന്നാൻ അപ്പൊസ്തലൻ കണ്ടത് എന്തൊക്കെയാണ്? 2-ാം വാക്യം, അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടത് ഒക്കെയും സാക്ഷീകരിച്ചു. ദയവായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ, ഈ ഒരു വാക്യത്തിൽ 3 കാര്യങ്ങളുണ്ട്. ഈ വെളിപാട് പുസ്തകത്തെക്കുറിച്ച് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു വാക്യത്തിലുണ്ട്. എന്തൊക്കെയാ? ഒന്ന്, യോഹന്നാൻ കണ്ടത് 3 കാര്യങ്ങളാണ്. ഈ വെളിപാട് പുസ്തകത്തിൽ താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, താൻ കണ്ടത് 3 കാര്യങ്ങളാണ്. നോക്കണം. ഒന്ന്, അവൻ കണ്ടത് എന്താ? ഈ വെളിപാട് എന്തിൻ്റെ വെളിപാടാണ്? ദൈവവചനത്തിൻ്റെ വെളിപാടാണ്. താൻ കണ്ടത് ദൈവവചനമാണ്. ദൈവവചനം താൻ കാണുകയായിരുന്നു. വിശദീകരിക്കുന്നില്ല. രണ്ടാമത് താൻ കണ്ടത് എന്താ? യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യമാണ് താൻ കണ്ടത്. 2, യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം. മൂന്നാമത് താൻ കണ്ടത് എന്താണ്? അവിടെ ഒരു പ്രയോഗമുണ്ട്. എന്താ? താൻ കണ്ടതൊക്കെയും, എന്തൊക്കെ താൻ കണ്ടോ അതെല്ലാം ചേർത്ത് എഴുതപ്പെട്ടതാണ് വെളിപാട് പുസ്തകം. 3 കാര്യങ്ങൾ.
തനിക്കുണ്ടായ വെളിപാടിൽ 3 വെളിപാടുകളുണ്ട്. ഒന്ന്, ദൈവവചനത്തിൻ്റെ വെളിപാട്. 2, യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിൻ്റെ വെളിപാട്. 3, താൻ എന്തൊക്കെ കണ്ടോ, ദൂതൻ തന്നെ എന്തൊക്കെ കാണിച്ചോ അതെല്ലാം താൻ എന്ത് ചെയ്തിരിക്കുകയാണ്? വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാണ് ഈ വെളിപാട് പുസ്തകം. ഇതിൻ്റെ വിശദീകരണമുണ്ട് കേട്ടോ. ഇനിയും ഈ വെളിപാട് താൻ പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ ഈ 3-ാം വാക്യത്തിൽ താൻ ഒരു വലിയ അനുഗ്രഹം പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഞാൻ ഇത്തിരി വേഗത്തിൽ പോവുകയാണ്. നോക്കണം, 3-ാം വാക്യത്തിൽ അത് അവസാനിക്കുമ്പോൾ പറയുന്നത് എന്താ? വായിക്കുന്നവൻ. മലയാളം ബൈബിളിൽ ഇത് വായിക്കുന്നവൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വായിച്ച് കേൾപ്പിക്കുന്നവൻ എന്നല്ല, വായിക്കുന്നവനാണ്. വെളിപാട് പുസ്തകം വായിക്കുന്നവൻ, പിന്നെ അത് കേൾക്കുന്നവർ, പ്രമാണിക്കുന്നവർ ആരാണ്? ഭാഗ്യവാന്മാർ എന്നാണ്. മലയാളം ബൈബിളിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഭാഗ്യവാന്മാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ, ഇംഗ്ലീഷ് ഭാഷാന്തരങ്ങളിലും മറ്റ് ഭാഷാന്തരങ്ങളിലും ഭാഗ്യവാന്മാരെന്നല്ല, പിന്നെ അനുഗ്രഹിക്കപ്പെട്ടവർ എന്നാണ്. പിന്നെ നമുക്ക് ഈ കൂടുതൽ ഇഷ്ടം ഭാഗ്യമാണല്ലേ. അപ്പോൾ ആ ഭാഗ്യം എന്ന് പറയുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല. അപ്പോൾ ഈ പുസ്തകം വായിച്ചാലും, പിന്നെ വായിച്ച് കേൾക്കുന്ന, ഇപ്പം ഞാനിവിടെ നിന്ന് ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് കേൾക്കുന്നവര് ഭാഗ്യവാന്മാരാണ്. പിന്നെ ഇത് പ്രമാണിക്കുന്നവർ, ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. ഞാൻ ഇനി ഒരു വിഷയം വളരെ വേഗം പറഞ്ഞ് നമ്മുടെ ഈ 4-ാം വാക്യത്തിലേക്ക് വരാം എന്ന് പ്രതീക്ഷിക്കുക. ഈ വെളിപാട് പുസ്തകം ഭാഗ്യവർണ്ണനകളുടെ ഒരു പുസ്തകമാണ്. വെളിപാട് പുസ്തകം ഭാഗ്യവർണ്ണനകളുടെ ഒരു പുസ്തകമാണ്. ബിയാറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഇതിന് സമാനമായ ഒരു ഭാഗം പുതിയ നിയമത്തിൽ നമ്മൾക്കുണ്ട് അല്ലേ? മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം ആരംഭിക്കുമ്പോൾ ഈ ഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് അല്ലേ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. പിന്നെ എല്ലാവർക്കും ഒരു വിഷമം പോലെ അറിയാവുന്ന വാക്യം പറഞ്ഞു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നിങ്ങനെ പറഞ്ഞു. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവിടെ ഒരു ഭാഗ്യവാന്മാർ പറഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ഞാൻ പറയാം. ഇങ്ങനെ ബിയാറ്റിറ്റ്യൂഡ് അഥവാ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന നിരവധി ഭാഗ്യവർണ്ണനകൾ ഉണ്ട്. ഇതുപോലെ വെളിപാട് പുസ്തകം നമ്മൾ വായിച്ചാൽ ഭാഗ്യവർണ്ണനകളുടെ ഒരു പുസ്തകമാണ്. കുറഞ്ഞത് 7 വചനങ്ങളിൽ ഈ ഭാഗ്യവർണ്ണന കാണാൻ പറ്റും. വെളിപാട് പുസ്തകത്തില് ഒരർത്ഥത്തിൽ നമ്മൾ 22 അധ്യായത്തിലേക്കും പോകും. ഈ ഭാഗ്യ വർണ്ണനകൾ ചിന്തിക്കുമ്പോൾ 22 അധ്യായങ്ങളിലേക്കും വ്യത്യസ്ത കാലഘട്ടങ്ങളിലേക്കും നമ്മൾ പോകും. ഒന്ന്, ഇതാണ് ആദ്യത്തെ ഭാഗ്യവർണ്ണന. ഏതാ പറയണം, മറുപടി പറയണം. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ് ആദ്യത്തെ ഭാഗ്യവർണ്ണന. ഞാൻ ആവർത്തിക്കുന്നില്ല, ആവർത്തന വിരസത ഉണ്ടാകാൻ സാധ്യതയുള്ളത്. 2ാമത്തെ ഭാഗ്യവർണ്ണന 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ്. ദയവായിട്ടൊന്ന് വായിച്ചാൽ, പെട്ടെന്ന് വായിച്ചാൽ ഇത് മനപ്പാടം അറിയാവുന്നതാണ്. മിക്കവാറും എല്ലാ ശവസംസ്കാര സ്ഥലത്തും കേൾക്കുന്ന വചനമായത്. 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം.
മതി മതി മതി. 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ് വായിച്ചത്. എന്താ? സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം യോഹന്നാൻ കേൾക്കുകയാണ്. എന്താ കേട്ട ശബ്ദം? എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാൻ. എല്ലാവരോടുമായി ഞാൻ പറയട്ടെ, ഇവിടെ എഴുതിയിരിക്കുന്ന ഈ മരിക്കുന്ന മൃതന്മാർ ഇപ്പം മരിക്കുന്ന മൃതന്മാരാണ്. ആണോ? നമ്മൾ ഈ വാക്യങ്ങളൊക്കെ ഉദ്ധരിക്കുമ്പോൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ അങ്ങ് പറയുകയാണ്. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എന്നാൽ ദൈവവചനം ഇത് വിവേചിച്ച് പഠിച്ചിട്ടുള്ള ദൈവദാസന്മാർ ഈ വചനം പറയുന്നുണ്ടെങ്കിൽ അവർ വളരെ സൂക്ഷിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ശവസംസ്കാരത്തിന് പോയപ്പോൾ അവിടെ ഒരു ദൈവദാസൻ ഈ വചനം ഉദ്ധരിച്ചു. അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് പറഞ്ഞു, ഇത് വേറൊരു കാലഘട്ടത്തിൽ മരിക്കുന്ന മൃതന്മാരെ കുറിച്ചാണ് പറയുന്നതെങ്കിലും നമ്മൾക്കും ഇത് ആപ്ലിക്കബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. സഹോദരന്മാരെ, ഞാൻ വ്യക്തമായി പറയട്ടെ, ഇത് ഈ കാലഘട്ടത്തിൽ, പുതിയ നിയമ കാലഘട്ടത്തിൽ സഭായുഗത്തിൽ മരിക്കുന്ന മൃതന്മാരുടെ കാര്യം അല്ല. 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ എന്താ? മഹോപദ്രവ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ മരിക്കുന്ന മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതെ രക്തസാക്ഷികളാകുന്ന വൃതന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നോക്കിയേ, ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നോക്കിയേ. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അത് ഈ കാലഘട്ടത്തിൽ മരിക്കുന്നവരുടെ ഭാഗ്യവർണ്ണനയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കൃപയുടെ സുവിശേഷം എന്ന് നമ്മൾക്ക് ഒരർത്ഥത്തിൽ പറയാമെങ്കിലും രാജ്യത്തിൻ്റെ സുവിശേഷം മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടുന്നവരെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവരുടെ മരണത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ആ കാര്യം നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വേണം. ഇത് ഏതെങ്കിലും ശവസംസ്കാര ശുശ്രൂഷയിൽ ഈ വചനം ഉദ്ധരിക്കുന്ന ആരും ഇത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വേണം ആ വാക്യം ഉദ്ധരിക്കാനും അത് വിവരിക്കാനും അതിനെ സംബന്ധിച്ച് വ്യാഖ്യാനിക്കാൻ. അപ്പോൾ രണ്ടാമത്തെ ഭാഗ്യവർണ്ണന എന്ന് പറയുന്നത് കർത്താവിൽ മരിക്കുന്ന മൃതന്മാരെ സംബന്ധിച്ചുള്ള ഭാഗ്യവർണ്ണനയാണ്. എന്നാൽ ഇവിടെ ഞാൻ ഒരു വാക്കൂടെ പറഞ്ഞു പോട്ടെ. ഇവിടെ ഒരു പ്രധാന ആത്മീയ സത്യമുണ്ട്. എന്താണെന്നറിയാമോ? ആ 2-ാം ഭാഗം നോക്കുക. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കുകയാണ്. സഹോദരീ സഹോദരന്മാരെ, ഇതൊരു ക്ലാസ് മാത്രമല്ല, ഇത് നമുക്കുള്ള സന്ദേശം കൂടെയാണ്. ഇത് അനുസരിക്കാൻ കൂടെയുള്ളതാണ്, അല്ലേ? അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? വിശ്രമിക്കണം. ഈ കാലഘട്ടത്തിലും ആപ്ലിക്കബിളാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ അധ്വാനവും വിശ്രമവും ആരുടെ കാര്യമാണ്? കെട്ടിടം വെക്കുന്നവരുടെ കാര്യമാണ്? പറമ്പിൽ കിളയ്ക്കുന്നവരുടെ കാര്യമാണ്? ആണോ? ഈ അധ്വാനവും വിശ്രമവും ആരുടെ? നിങ്ങൾ വീണ്ടുകയറുന്ന എനിക്കറിയാം. വിശ്വാസികളെന്ന് പറഞ്ഞാൽ മതി. ഈ അധ്വാനം ഏതാണെന്ന് എൻ്റെ ചോദ്യം. അണിവരിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചലിപ്പിക്കുന്നില്ല. സ്വർഗത്തിൽ പോയി വിശ്രമിക്കാൻ ചെയ്യുക ഉണ്ടോ? ഒരാത്മിക പ്രവർത്തനത്തിന് എവിടെയെങ്കിലും നമ്മളെ കിട്ടാറുണ്ടോ? ഉണ്ടോ? ശവസംസ്കാര ശുശ്രൂഷകൾ ഉദ്ധരിക്കുന്ന ഈ വാക്യത്തോടൊപ്പം ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 58-ാം വാക്യം. ആകയാൽ സഹോദരന്മാരെ, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ
നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ അധ്വാനം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അവന്റെ വേലയിൽ വർദ്ധിച്ചു വരണമെന്നാണ് പറയുന്നത്. സഹോദരന്മാര്, നേരം അധികമില്ല. ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് അറിയാം? സമയം അടുത്തിരിക്കുന്നു. സമയം അടുത്തിരിക്കുന്നു. നാം എല്ലാം നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ പോവുക. കുഞ്ഞുങ്ങളോട്, ചെറുപ്പക്കാരോട്, യുവാക്കളോട്, പ്രായമായൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അവരുടെ ആയ കാലത്ത് അവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. അടങ്ങിയിരിക്കാനുള്ള സമയമല്ല ഈ കർത്താവിന്റെ വേല ചെയ്യാൻ. ഞാനൊരു വലിയ സത്യം ഓർമ്മിപ്പിക്കട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ നിങ്ങളുടെ വീടും നിങ്ങളുടെ പറമ്പും നിങ്ങളുടെ പണവും നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സൗന്ദര്യവും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കഴിവുകളും താലന്തുകളും കൃപാവരങ്ങളും എല്ലാം എന്തിനു വേണ്ടിയെന്നറിയാമോ? സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി. ഇവിടെ അധ്വാനിച്ചിട്ട് അവിടെ ചെന്ന് എന്ത് ചെയ്യുക? ശ്രമിക്കുക. അപ്പോൾ ഞാനിത് വളരെ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയാം. ദാനിയേലിനോട് പറയുന്നുണ്ട്, നീ പോയി എന്താ ചെയ്യാനാ പറഞ്ഞേ? ക്ഷമിക്കാൻ, രാത്രിയും പകലുമില്ലാതെ ദൈവിക ദർശനങ്ങൾ കണ്ട, സ്വർഗീയ ദർശനങ്ങൾ കണ്ട, സുവിശേഷത്തിന് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നിന്ന, വേർപാടിന് വേണ്ടി നിന്ന ആ വലിയ ദൈവദാസനോട് പറയുകയാണ്, ജീവിതം മുഴുവൻ കർത്താവിന് സമർപ്പിച്ച, കഴുത്ത് ആളിന് വെച്ചുകൊടുത്തുകൊണ്ടാണ് പറഞ്ഞത്, ഈ രാജാവിൻ്റെ ഭോജനം കൊണ്ട് ഞാൻ എന്നെ തന്നെ മലിനമാക്കുകയാണ്. അയാളോടാ പറഞ്ഞത്, നീ പോയി വിശ്രമിക്കാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ക്ലാസ് കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ ഈ ആയുസ് കർത്താവിന് വേണ്ടി ഞാൻ അധ്വാനിക്കും. എന്നെ കൊണ്ടാകുന്നത് ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യും. ഇതൊരു തീരുമാനമായിരിക്കും. ഒന്ന്, വിശ്രമിക്കുവാൻ പോവുകയാണ്. രണ്ടാമതിവിടെ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഒന്ന് വയ്ക്കും. എന്താ? അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരും എന്ന് ആത്മാവ് പറയും. സ്തോത്രം. ഞാനിത് വായിച്ചു വിടുക കേട്ടോ. ഇവിടെ നാം ചെയ്ത പ്രവൃത്തി നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ പുറകെ അങ്ങ് വരും. അതവിടെ ഉണ്ടാവും. ഭാഗ്യം എന്ന് പറയുന്ന കൈ ഉയർത്തി സ്തോത്രം പറയാം അല്ലേ? എന്നാൽ ആ സ്തോത്രം പറയുന്ന കൂട്ടത്തിൽ പ്രായോഗികമായ രണ്ട് കാര്യങ്ങളിവിടെ. ഒന്ന്, കർത്താവിന് വേണ്ടി അധ്വാനം. രണ്ട്, നമ്മുടെ പ്രവൃത്തി ദൈവസന്നിധിയിൽ നീതിയും നിർമ്മലതയും വിശുദ്ധിയും ഉള്ളതായിരിക്കും. ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. വിശ്വാസികളുടെ ന്യായവിധിയുണ്ട്. വിശ്വാസികളുടെ ന്യായവിധിയെ സംബന്ധിച്ച് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് സാധിക്കുമെങ്കിൽ ഈ പഠനത്തിൽ തുടരാം. കർത്താവ് സഹായിക്കട്ടെ. ഇതൊക്കെ കൊച്ചു കൊച്ചു വിഷയങ്ങളായിട്ട് നമ്മൾ കാണരുത്. നമ്മളോടുള്ള ദൈവത്തിൻ്റെ സന്ദേശമായി ഏറ്റെടുക്കാൻ നമ്മൾക്ക് സാധിക്കും. അപ്പോൾ മഹോപദ്രവ കാലഘട്ടത്തിൽ മരിക്കുന്ന മൃതന്മാരെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് നമ്മൾക്കും ആപ്ലിക്കബിൾ ആണ്. മൂന്നാമത്, ഭാഗ്യവർണ്ണ, വെളിപാട് പുസ്തകത്തിലെ ഭാഗ്യവർണ്ണനയിൽ മൂന്നാമത് 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ഞാനതിനെ കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല. ഇതും മഹോപദ്രവ കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. എന്നാൽ ഇത് വിശ്വാസികൾക്ക് ബാധകമാണ്. ഈ ഭാഗ്യവർണ്ണന വിശ്വാസികൾക്ക് ബാധകമാണ്. ഞാൻ പറയട്ടെ, ഈ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകാൻ പോലും
ഇതൊക്കെ വിശദീകരിക്കാൻ നിന്നാൽ സാധിക്കത്തില്ല, ഇന്ന് തൊടാൻ പോലും കഴിയത്തില്ല. എന്താ ആ വാക്യം നിങ്ങൾ നോക്കിയേ, 16-15, ഞാൻ കള്ളനെ പോലെ വരും, പിന്നെ തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കുവാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. മൂന്നാമത്തെ ഭാഗ്യവർണ്ണനകളിൽ മൂന്നാമത്തത് ഇതാണ്. ആരാ ഭാഗ്യവാൻ? വസ്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കണേ, വസ്ത്രത്തെക്കുറിച്ചാണ്. ഒന്നാമത് വസ്ത്രം ധരിക്കുന്നത് എന്തിനാണെന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താ ആ വാക്യം ഒന്ന് സൂക്ഷിച്ച് നോക്കി. എന്തിനാ വസ്ത്രം ധരിക്കുന്നത്? എന്താ? നിന്റെ ലജ്ജ വെളിപ്പെടാതിരിക്കുക. ഇന്നത്തെ നമ്മുടെ പിള്ളേർ വസ്ത്രം ധരിക്കുന്നത് എന്തിനാ? വിശ്വാസികളോട് ഞാൻ പറയുക, ഞങ്ങളെപ്പോലെയുള്ള ദൈവദാസന്മാരെ വെട്ടിലാക്കി വിഷമിപ്പിക്കരുത്. കല്യാണത്തിന് വിളിക്കും, ഞാൻ തുറന്നു പറയുകയാണ്, നിങ്ങൾ പിണങ്ങിയാലും കൊള്ളാം, ഇണങ്ങിയാലും കൊള്ളാം. ഏറ്റവും കൂടി പഴി വരുന്ന, എന്നോട് അമേരിക്കയിൽ നിന്ന് വിളിച്ച ഒരു കുടുംബത്തിൽ എൻ്റെ ഒരു കൊച്ച, എൻ്റെ കസിനാ, അവൾ എന്നോട് ചോദിക്കുക, തമ്പാച്ചാനെ പോലുള്ളവർ ഇവിടെ പോയി പ്രസംഗിക്കുന്നത് എന്തിനാ? കണ്ടേച്ച കണ്ടിട്ടാ കല്യാണം കണ്ടേച്ച വീഡിയോ കണ്ട്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയാം, നമ്മുടെ മക്കളായാലും കൊച്ചുമക്കളായാലും നമ്മുടെ കുഞ്ഞുങ്ങളെ കല്യാണത്തിന് ഒരുക്കിക്കൊണ്ട് പോകും, സൂക്ഷിച്ചോ. നമ്മൾ വേർപാട് വ്യക്തമാണ്. നഗ്നത വെളിപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് എന്ത്? വസ്ത്രം. ഇത് ആത്മീയാർത്ഥത്തിലും നമ്മൾ മനസ്സിലാക്കണം. എന്താ? നമ്മൾ അനാവൃതരായി സമൂഹത്തിൽ ജീവിച്ചാൽ അതുകൊണ്ടുള്ള ദോഷം നമുക്ക് മാത്രമല്ല, ദൈവനാമം ദൂഷിക്കും. കേട്ടോ? ലവോദിക്ക സഭയിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അവരുടെ വലിയ കുഴച്ചിൽ എന്താണെന്നറിയാമോ? അവർ നഗ്നരായിരുന്നു. കേട്ടോ? 21-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ആത്മീക അധപ്പതനത്തിന്റെ ശരിയായ ചിത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ലവോദിക്ക സഭ അവരുടെ ഏറ്റവും വലിയ അധപ്പതനം എന്തായിരുന്നു? നഗ്നരായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ഇവിടെ നോക്കേണ്ട വാക്യത്തിൽ കാണുന്നത്, നിന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കുവാൻ പിന്നെ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഞാനൊരു വലിയ ആത്മീക സത്യത്തിലേക്ക് വരട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിക്കുന്നതാണ് ഈ വസ്ത്രവും ആ വസ്ത്രത്തോടനുബന്ധമായ സത്യങ്ങൾ. ആദ്യം മനുഷ്യന് നഗ്നനെന്ന് തോന്നിയത് എപ്പോഴാണെന്ന് നമുക്കറിയാം, അല്ലേ? പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ വസ്ത്രത്തിന്റെ ആവശ്യകത അവിടെയാണ് ഉണ്ടാകുന്നത്. ഉടയ തമ്പുരാൻ അവിടെ വെച്ച് ഒരു വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു. തോൽ കൊണ്ടൊരു വസ്ത്രം അവനെ ഉടുപ്പിച്ചു. പുരുഷനെയും സ്ത്രീയെയും തോൽ കൊണ്ടൊരു വസ്ത്രം ഉടുപ്പിച്ചു. അവിടെ ആരംഭിക്കുകയാണ് വസ്ത്രത്തിന്റെ കഥ. ബൈബിളിൽ അവിടെ ആരംഭിക്കുക വസ്ത്രത്തിന്റെ കഥ. ഇത് തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് മാറി മാറി വരുന്ന വസ്ത്രങ്ങളുടെ നിരവധി വസ്തുതകളും പഠനങ്ങളും തിരുവഴുത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ വിശ്വാസികളെ, ഇതിപ്പം നമ്മുടെ കാലഘട്ടത്തിലെ കാര്യമല്ല ഇവിടെ പറയുന്നതെങ്കിലും കള്ളനെ പോലെ കർത്താവ് വരുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മഹോപദ്രവ കാലഘട്ടത്തോട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും നമ്മളോട് ചേർത്ത് ഞാനൊന്ന് പറയട്ടെ, നമ്മളുടെ വിശുദ്ധ ജീവിതത്തെയാണ് ഇത് കാണിക്കുന്നത്. പുതിയ നിയമത്തിൽ പൗലോസും ഒക്കെ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഉടുപ്പിനോട് വസ്ത്രത്തോട് ബന്ധപ്പെടുത്തി നമ്മുടെ ആത്മീക ജീവിതത്തെ ദൈവവചനത്തിൽ പറഞ്ഞത്. ലേഖനം 5-ാം അധ്യായത്തിൽ ഒരു വാക്യം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാം.
25 മുതലുള്ള വാക്യങ്ങളിൽ ഭർത്താക്കന്മാരുടെ കടമകളാ പറയുന്നത്. അവിടെ ഈ ഭർത്താക്കന്മാരുടെ കടമകൾ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മളെ കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമല്ല, അതിനകത്ത് അങ്ങനെ ഉണ്ട്. പക്ഷെ അവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? 32-ാം വാക്യത്തിലുണ്ട്. ആ പറയുന്ന ഭർത്താവും ഭാര്യ ആരാ? ഞാൻ ക്രിസ്തുവിനെയും നമ്മൾ ശരിക്കുമുള്ള കാര്യം വിട്ടേച്ച് അതിൻ്റെ ഉപകാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. ഇത് കല്യാണത്തിന് വായിക്കാൻ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന വേദഭാഗം അല്ലേ? പെണ്ണിനെയും ചെറുക്കനെ എഴുന്നേൽപ്പിച്ച് നിർത്തി വായിക്കാൻ വെച്ചിരിക്കുന്ന ഭാഗമാണ് ഭാര്യയുടെ കടമ, പിന്നെ ഭർത്താവിൻ്റെ കടമ. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സഭയുടെയും ക്രിസ്തുവിൻ്റെയും കടമയും കർത്തവ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കർത്താവിൻ്റെ കടമ എന്താ പറഞ്ഞിരിക്കുന്നതെന്നറിയാം? കറയും ചുളുക്കവും ഒന്നുമില്ലാതെ നമ്മളെ തേജസ്സോടെ നിർത്തുക. അതെന്തിനോട് ബന്ധപ്പെടുത്തി? കറയും ചുളുക്കവും. കറയും ചുളുക്കവും എന്തിനോട് ബന്ധപ്പെടുത്തിയ? വസ്ത്രത്തിനാണ് കറയും ചുളുക്കവും ഉണ്ടാകുന്നത്. ഇവിടെ കറയും ചുളുക്കവും ഇല്ലാതെ നമ്മളെ തേജസ്സോടെ കർത്താവിൻ്റെ മുമ്പിൽ നിർത്തുവാൻ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്, ശുദ്ധീകരണമാണ്. ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് കർത്താവ് ചെയ്തോട്ടെ. എന്നാൽ കർത്താവിന് മാത്രമല്ല, നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ നമ്മൾ ഉത്തരവാദിത്വം കർത്താവിന് മാത്രമല്ല, പിന്നെ നമുക്കും ഉണ്ടല്ലേ? നമുക്കും ഉണ്ട്. ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കണം. ഞാനത് പിന്നാലെ വേറൊരു ഭാഗത്ത് ഈ ഭാഗ്യവർണ്ണനയിൽ ഒരിടത്തൂടെ ഉണ്ട്, അവിടെ വരുന്നതുകൊണ്ട് ഞാനത് വ്യക്തമാക്കി. 4-ാമത് ഇത് വിശുദ്ധ ജീവിതത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 4-ാമത് 19-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. 19-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. നോക്കണം, 4-ാമത്തെ ഭാഗ്യം വർണ്ണനകളിൽ 4-ാമത്തത് എന്താ? കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻ. ഞാൻ വലിയ പ്രഗത്ഭന്മാരായ ദൈവദാസന്മാരൊക്കെ ഈ വാക്യം എടുത്തിട്ട് കല്യാണത്തിന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സന്ദർഭം മനസ്സിലാക്കാതെ. ഒരു വലിയ സഭയുടെ ഒരു വലിയ ഉന്നതനായിട്ടുള്ള വ്യക്തി, ഒന്നല്ല പലവട്ടം ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹം നടത്തുന്ന പല കല്യാണങ്ങൾക്ക് ഞാൻ സമ്മതിക്കേണ്ടി വന്നു. ക്ഷമിക്കണം, ഞാൻ തുറന്നു പറയാം. ഒരു കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നതാണ് ഞങ്ങൾ. ഇന്ന് ഞങ്ങളുടെ ജോലി നിവർത്തിക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വരികയാണ്. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം ഞങ്ങൾ ആ കല്യാണത്തിന് ക്ഷണിക്കുക. ഈ പറഞ്ഞ വാചകം ശരിയാണ്. നമ്മളും വിചാരിക്കും ഇതൊക്കെ ശരിയാതല്ലേ? ഇതിനല്ലേ സ്തോത്രം പറയാൻ ധാരാളം ആളുകളുണ്ട്. കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ നമ്മളല്ല. കൃപായുഗത്തിൽ, സഭായുഗത്തിൽ, എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? സഭായുഗത്തിൽ, കൃപായുഗത്തിൽ രക്ഷിക്കപ്പെടുന്നവരല്ല കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ. കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരാരാണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് പറയട്ടെ. ഈ കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെടുന്നവർ കുഞ്ഞാടിന്റെ ആരാ? മണവാട്ടി കേട്ടോ. അപ്പൊ ഇവിടെ കുഞ്ഞാടുണ്ട്, പിന്നെ കുഞ്ഞാടിന്റെ കാന്തയുണ്ട്, 3 കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരുണ്ട്. മനസ്സിലാകുന്നല്ലോ? കുഞ്ഞാടാരാണ്? കർത്താവായ യേശുക്രിസ്തു. കുഞ്ഞാടിന്റെ കാന്തയാരാണ്? സഭയാണ്, രക്ഷിക്കപ്പെട്ട ദൈവ മക്കളാണ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നു, ഞാൻ ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ക്രിസ്തു എന്ന നിർമ്മല പുരുഷന് ഞാൻ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുക? വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അവസാന ഭാഗത്ത് യോഹന്നാൻ സ്നാപകൻ ഒരു സാക്ഷ്യം പറയുന്നു. ഇതൊക്കെ ലിങ്ക് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങളാണ്.
എന്താ പറയുന്നതെന്നറിയാമോ? താൻ പറയുന്ന, ഞാൻ ആ വചനം പറയാതെ ആ വാക്യം ഉദ്ധരിക്കാതെ പോയാൽ ശരിയാകില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം എടുത്തേ. 3-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം നോക്കി. പഴയ നിയമ വിശുദ്ധന്മാർക്ക് ആർക്കും വെളിപ്പെടാതിരുന്ന ഒരു മഹത് സത്യം യോഹന്നാൻ സ്നാപകന് വെളിപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് 3 പ്രധാനപ്പെട്ട സത്യങ്ങൾ യോഹന്നാൻ സ്നാപകന്. പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ് ആര്? യോഹന്നാൻ സ്നാപകൻ. പുതിയ നിയമ കാലഘട്ടത്തിലാണോ? എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിലാണല്ലോ ഇത് എഴുതിയേക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണവും പ്രവാചകന്മാരും ഉടവരെ യോഹന്നാൻ സ്നാപകൻ വരെയാണ്. യോഹന്നാൻ സ്നാപകൻ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്? ന്യായപ്രമാണ കാലഘട്ടത്തിലായി ജീവിച്ചത്. ക്രൂശിലെ കള്ളൻ ഏത് കാലഘട്ടത്തിലായി ജീവിച്ചിരുന്നത്? തമ്പുരാനെ, ഇതെല്ലാം മനസ്സിലാക്കണേ കേട്ടോ. ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കുമെന്ന് കർത്താവ് ആരോട് പറഞ്ഞു? ക്രൂശിലെ കള്ളനോട് പറഞ്ഞു. അവൻ ഏത് കാലഘട്ടത്തിലായി അവൻ സ്നാനപ്പെട്ടു എന്നാ പലതും ചോദിക്കുന്നു. അവൻ സ്നാനപ്പെട്ടു, സ്വർഗത്തിൽ പോയില്ലേ, പരദീസയിലില്ലേ, അവൻ സ്നാനപ്പെട്ടു. എന്റെ പൊന്നു കുഞ്ഞേ, അയാൾ ജീവിച്ചിരുന്നത് സഭായുഗത്തിലല്ല. സഭായുഗത്തിലുള്ളവരാ സ്നാനപ്പെടേണ്ടത്. അദ്ദേഹം ജീവിച്ചിരുന്നത് ന്യായപ്രമാണ യുഗത്തില്. അയാൾ സ്നാനപ്പെടേണ്ട ആവശ്യമേ ഇല്ല. പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭക്തന്മാർ മരിച്ചാൽ അവർ പോകുന്ന ഇടമാണ് ഏത്? പരദീസ. ആ സ്ഥലത്തേക്കാണ് ആര് പോയത്? കള്ളൻ പോയത്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാട്ടോ. ABCD നമ്മുടെ പ്രധാനസഭയിലെ ബാലപാഠങ്ങൾ, ആദ്യം പഠിക്കുന്ന പാഠങ്ങളിൽ ഒന്നാണ്. ഇതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകൻ ആരായിരുന്നു? യോഹന്നാൻ സ്നാപകൻ സഭായുഗത്തിൽ ജീവിച്ചിരുന്നയാളല്ല, കൃപായുഗത്തിൽ ജീവിച്ചിരുന്നയാളല്ല, ന്യായപ്രമാണ യുഗത്തിൽ ജീവിച്ചിരുന്നയാളാ. ന്യായപ്രമാണത്തിന്റെ ഏറ്റവും ഒടുവിൽ ജീവിച്ചിരുന്നയാളാ. എന്നാൽ അദ്ദേഹത്തിന്, ദൈവത്തിന് സ്തോത്രം, പഴയ നിയമ കാലഘട്ടത്തിലെ ഭക്തന്മാർക്ക് മറഞ്ഞിരുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ യോഹന്നാന് സ്വർഗത്തിലെ ദൈവം കനിഞ്ഞ് വെളിപ്പെടുത്തി കൊടുത്തു. അതേതൊക്കെയാണെന്നറിയാമോ? 1, യേശുക്രിസ്തു ദൈവപുത്രനാണ്. ഈ യോഹന്നാൻ 1-ാം അധ്യായത്തിലുണ്ട്. 1, യേശുക്രിസ്തു ദൈവപുത്രനാണ്. ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവനാരാ? അവനാണ് ദൈവപുത്രൻ. അങ്ങനെ തന്നെ ഞാൻ കാണുകയും അവൻ ദൈവപുത്രനെന്ന് സാക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ യോഹന്നാന് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഏറ്റവും വലിയ പുതിയ നിയമ യാഥാർത്ഥ്യമാണ് ഏത്? യേശുക്രിസ്തു ദൈവപുത്രനാണ്. 2, യോഹന്നാൻ സ്നാപകന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത 2ാമത്തെ പുതിയ നിയമ യാഥാർത്ഥ്യം, യേശുക്രിസ്തു ആത്മാവിൽ സ്നാനപ്പെടുത്തുന്നവനാണ്. ആത്മാവിലും തീയിലും സ്നാനപ്പെടുത്തുന്നവനാണ്. ഞാൻ ചോദിക്കട്ടെ, പഴയ നിയമത്തെ ഏതെങ്കിലും ഒരു പ്രവാചകൻ, ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ യേശുക്രിസ്തു നൽകുന്ന ആത്മസ്നാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത് വെളിപ്പെട്ടത് ആർക്കാ? പുതിയ നിയമ വിശ്വാസികൾക്ക് വെളിപ്പെടുന്നതിന് മുമ്പ് അത് വെളിപ്പെട്ടത് ആർക്കാ? യോഹന്നാൻ സ്നാപകനാണ്. ഇനി 3ാമത്, ദൈവം തനിക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഏറ്റവും മഹത്തായ 3ാമത്തെ സത്യം നോക്കുക. 29-ാം വാക്യം, 3:29. എന്താ? കണ്ടോ? മണവാട്ടിയുള്ളവൻ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് യോഹന്നാൻ സ്നാപകന് വെളിപ്പെട്ട ഏറ്റവും വലിയ സത്യം, ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ വേറൊരു വാക്ക് പറഞ്ഞാൽ പരമസത്യം എന്താ? യേശുക്രിസ്തു ആരാണെന്ന്. മണവാട്ടി. ഈ വാക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇവിടെ 3 കാര്യങ്ങളുണ്ട്. 1, മണവാളനുണ്ട്. 2, മണവാട്ടിയുണ്ട്. 3, മണവാളന്റെ സ്നേഹിതനുണ്ട്. പഴയ നിയമ ഭക്തന്മാരാരാ? ആരാ? അയ്യോ, ചിലരൊക്കെ നമ്മുടെ ഇടയിലും ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ബ്രഹ്മ സമൂഹത്തിൽ നിൽക്കുന്ന ചില ആളുകളുണ്ട്. ഇന്നും
ഞങ്ങള് വീട്ടിൽ ഒരു ദൈവദാസൻ വന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോ അയ്യോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്ന ദുരുപദേശങ്ങൾ എന്തൊക്കെയാണ്? പ്രവചനം നിന്നുപോയിട്ടില്ല, ഭാഷാവരം ഇപ്പോഴും ഉണ്ട്, വെളിപാട് ഇപ്പോഴും ഉണ്ട്. ഇതൊക്കെ പറയുന്നത് ബ്രദറുകാരാണ് കേട്ടോ, ബ്രദറുകാരെന്ന് പറയുന്നവരാ. എത്ര വലിയ ദുരുപദേശമാണ്. നോക്കണം, നമ്മുടെ ഇടയിൽ പല ആളുകളും പറയുന്നത് പുതിയ നിയമസഭ പഴയ നിയമ വിശുദ്ധന്മാരുടെ പിന്തുടർച്ചയാണെന്ന്. ബൈബിളുണ്ട് ഞാൻ ഇതൊക്കെ വ്യക്തമാക്കുന്നു. അല്ല, പഴയ നിയമ ഭക്തന്മാരുടെ പിന്തുടർച്ചയല്ല പുതിയ നിയമസഭ. പഴയ നിയമ ഭക്തന്മാരും പുതിയ നിയമസഭയും രണ്ടാണ്. പുതിയ നിയമസഭ യേശുവിന്റെ മണവാട്ടിയാണ്, യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. പഴയ നിയമഭക്തന്മാർ യേശു ക്രിസ്തുവിന്റെ സ്നേഹിതന്മാരാണ്. ഇനി നോക്കുക, വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വന്ന് ആരാ പഴയ നിയമഭക്തന്മാർ? വളരെ കൃത്യമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ് 9-ാം വാക്യത്തിൽ, കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഇവിടെ നിങ്ങൾ സൂക്ഷിച്ചു വായിക്കണം. 3 കൂട്ടർ ഇവിടെയുമുണ്ട്. 1, കുഞ്ഞാടുണ്ട് അഥവാ മണവാളനുണ്ട്. 2, മണവാളന്റെ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കാന്ത എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മണവാട്ടി എന്നുള്ളതിന് പകരമായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കാന്ത എന്നാണ്. 3-ാമതൊരു കൂട്ടരുണ്ട്. ആരാ? കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ. ഈ ക്ഷണിക്കപ്പെട്ടവർ ആരാണ്? വളരെ വ്യക്തമാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഭക്തന്മാരാണ് കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ. അന്ന് ആ വിരുന്നിൽ അവരുണ്ടായിരിക്കും. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നവരോടുകൂടെ പന്തിയിലിരിക്കും എന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞു. കല്യാണത്തിന്റെ സദ്യയ്ക്ക് അവരിയ്ക്കുന്നത്. എന്നാൽ രാജാവിന്റെ വലതുഭാഗത്ത് ഓഫീർ തങ്കം അണിഞ്ഞിരിക്കുന്നത് ആരാന്നറിയാമോ? മണവാട്ടിയായ ദൈവത്തിന്റെ സഭയാണ്. ഈ പദവി വേറെ ആർക്കും നൽകപ്പെട്ടിട്ടില്ല, ദൈവസഭയ്ക്ക് മാത്രം നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹീതമായ പദവിയാണിത്. കല്യാണത്തിന് എന്തായാലും ഒരു കാര്യം, അനുഗ്രഹിക്കപ്പെട്ട ഒരു സത്യം ഇവിടെയുണ്ട്. ക്ഷണിക്കപ്പെട്ടവരാണെങ്കിൽ കൂടെ അവരാരാണ്? അവർ ഭാഗ്യവാന്മാർ. കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഇനിയും 5-ാം വെളിപാട് പുസ്തകത്തിലെ ഭാഗ്യവർണ്ണനയിൽ 5-ാമത്തെ ഭാഗ്യാവസ്ഥ 20-ാം അധ്യായം. വെളിപാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ വിശദീകരിക്കാൻ അധികം വിശദീകരിക്കാൻ നിവർത്തി. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. ഇതാരുടെ കാര്യമാ? 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് ഉള്ളവരെ ആരാണ്? സ്തോത്രം. ഇത് 20-ാം അധ്യായം എന്താ? 19-ാം അധ്യായത്തിൽ കല്യാണം കഴിഞ്ഞു, കുഞ്ഞാടിന്റെ കല്യാണം കഴിഞ്ഞു. അപ്പോ സഭയുടെ ചരിത്രം തുടരുന്നതാണ് 19 മുതലുള്ള അധ്യായം. 20-ാം അധ്യായത്തിൽ വന്നപ്പോൾ സഭയുടെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരനുഗ്രഹം പറയുന്നത് എന്താന്ന് നോക്കിയേ. എന്താ? 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. ഇതിന് ഫലിതം ചേർത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ ഉദ്ധരിക്കാറുള്ള ഒരു വചനമാണ്, ഭാഗ്യവർണ്ണനയുമാണ്. ഈ ദൈവദാസന്മാർ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പലരും ഇത് ഈ വാക്യം ഉദ്ധരിക്കുന്നുണ്ട് പറയുന്നത്. ഒരമ്മച്ചി പറഞ്ഞെന്നാ പറയുന്നത്, മോനെ എനിക്ക് 1-ാമത്തെ പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കണമെന്നൊന്നും നിർബന്ധമില്ല, 2-ാമത്തേതിലായാലും മതി എന്നാണ് ഒരമ്മച്ചി പറഞ്ഞെന്നാ പറയുന്നത്.
കഥയറിയാതെ ആട്ടം കാണുന്ന ഒരു കാര്യമാണ്. എന്താ ഈ ഒന്നാമത്തെ പുനരുദ്ധാനം? അടുത്തവിടെ പറഞ്ഞിരിക്കുന്നു, ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വചനം എന്താ? അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരം ഇല്ല. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള എല്ലാവരും, ഇതൊക്കെ ബാലപാഠങ്ങളാണ്, വലിയ ഉയർന്ന പഠനമൊന്നുമല്ല. രക്ഷിക്കപ്പെട്ട അഥവാ വീണ്ടും ജനിച്ച, ജനനം എന്നുള്ള വാക്കാണ് രണ്ടു പ്രാവശ്യം ജനിച്ചവർക്ക്, നമ്മൾ സാധാരണ പറയുന്ന വചനം റജിയൊക്കെ ഒന്ന് പറഞ്ഞു, രണ്ടു പ്രാവശ്യം ജനിച്ചവർക്ക് ഒറ്റ മരണം. ഇനിയും ആ പറഞ്ഞതും അത്ര കണ്ട് ശരിയാണ്. എന്താ, ചിലപ്പോ ഈ ഒരു മരണം പോലും കാണാതെ ചിലരങ്ങ്, കാര്യം കർത്താവ് വരുമ്പോ ജീവനോടിരിക്കുന്നവർ ആ മരണം കാണുകയില്ല. ഇങ്ങനെ നമുക്ക് പറയാം. രണ്ടു പ്രാവശ്യം ജനിച്ചവർക്ക് ഏറിയാൽ ഒരു മരണം. എന്നാൽ ഒറ്റ പ്രാവശ്യം ജനിച്ചവർക്ക് ഉറക്കം വരുന്നു? ഇല്ല, എനിക്കറിയാം. മഴയൊക്കെ ഇപ്പോൾ ഇതൊരു കാലാവസ്ഥയാണ്. അപ്പൊ ചിലപ്പോൾ അങ്ങനെ കണ്ണടഞ്ഞെന്ന് വരാം, സ്വാഭാവികം. ആത്മാവൊരുക്കമുള്ളതാണെങ്കിലും ആശ്വാസത്തിന് വചനമുണ്ട്. ആത്മാവൊരുക്കമുള്ളതാണെങ്കിലും ജഡം ബലഹീനമാണ്. രണ്ടു പ്രാവശ്യം ജനിച്ചവർക്ക് ഏറിയാൽ ഒരു മരണം, ഒറ്റ പ്രാവശ്യം ജനിച്ചവർക്ക് എത്ര മരണം? രണ്ട് മരണമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, രണ്ടാം മരണം. ഇനി രണ്ടു പ്രാവശ്യം ജനിച്ചവർക്കുള്ള പുനരുത്ഥാനമാണ് ഏത്? ഒന്നാമത്തെ പുനരുത്ഥാനം. വീണ്ടും ജനിച്ചവർക്കുള്ള പുനരുത്ഥാനമാണ്. ഈ പുനരുത്ഥാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിലുണ്ട്. പിന്നെ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും, ഒരു സ്തോത്രം പറയാൻ തോന്നുന്നുണ്ടോ? പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൻ മരിച്ചവർ മുമ്പേ ഉയർത്തുന്നു. ഇതാണേത്? ഒന്നാമത്തെ. ഈ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ആരാണ്? ഭാഗ്യവാന്മാരാണ്. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മള് ഉറച്ചിരുന്ന് സ്തോത്രം പറയണം. നമ്മൾക്കിതിൽ എന്തുണ്ട്? പങ്ക് ലഭിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ മഹാഭാഗ്യമാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത്. എന്നാൽ രക്ഷിക്കപ്പെടാത്ത ഒരു ആളിന്റെ കാര്യം ആ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ അദ്ദേഹം ഉണ്ടാവുകയില്ല. ആ വ്യക്തി ഉണ്ടാവില്ല. നമ്മൾ അവരെ ഓർത്ത് കരയണം, അവരെ ഓർത്ത് വിലപിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു വ്യക്തി മരിച്ചുപോയാൽ ആള് ചെല്ലുന്നത് എവിടെയാണെന്നറിയാമോ? എവിടെയാ? ആ ധനവാൻ ചെന്ന യാതനാസ്ഥ. ഞാനൊരു വാക്ക് പറയട്ടെ. ഈ ബൈബിൾ ക്ലാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ മാത്രം പോരില്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങളോട് പറയണം. ഇന്ന് രാത്രി നരകത്തിൽ കിടന്ന് നിലവിളിക്കുന്ന ആ മനുഷ്യരുടെ നിലവിളി നമ്മുടെ കാതിൽ കേൾക്കും. സന്ധ്യയ്ക്ക് അധ്വാനം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന പ്രാർത്ഥിക്കുന്നുണ്ട്. കുടുംബ പ്രാർത്ഥന പറയും, കർത്താവേ ഞങ്ങളെ സൂക്ഷിച്ചതിന് ഇന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ. എൻ്റെ പ്രിയ സഹോദരൻ, ഞാൻ എന്നെക്കുറിച്ചും എന്നെപ്പോലെയുള്ള ദൈവദാസന്മാരെ കുറിച്ചും ഞാൻ ഓർമ്മിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ വയ്യാത്ത സമയത്തും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളപ്പോഴും എന്താ അടങ്ങിയിരിക്കാതെ ഓടുന്നതിന് പോകുന്നതിൻ്റെ കാരണം അറിയാം. നരകത്തിൽ കിടക്കുന്നവന്റെ നിലവിളി ഞങ്ങളുടെ കാതിൽ മുഴങ്ങുന്നു.
അബ്രഹാം പിതാവിനോട് അവൻ നിലവിളിച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? ലാസറിനെ എൻ്റെ അപ്പൻ്റെ വീട്ടിലോട്ടൊന്ന് അയക്കണം. നടക്കാത്ത കാര്യം അവൻ ചോദിച്ചു. പക്ഷെ ഇന്ന് രാത്രിയിൽ അവൻ്റെ നിലവിളി, ആ ധനവാന്റെ നിലവിളി, എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് നീ ഒന്ന് പോകാമോ എന്നുള്ള നിലവിളി, ലാസറിനെ കുറിച്ച് ആഗ്രഹിച്ച നിലവിളി നമ്മുടെ കാതിലൊന്ന് മുഴങ്ങട്ടെ. നരകത്തിൽ കിടന്ന് എത്ര പേര് നിലവിളിക്കുന്നെന്നറിയാമോ? തമ്പാച്ച, നീ എൻ്റെ അപ്പൻ്റെ വീട്ടിലോട്ടൊന്ന് പോകാമോ? എൻ്റെ സഹോദരങ്ങളെ ഒന്ന് കാണാം. ഈ നിലവിളി കേൾക്കുന്നവൻ അടങ്ങിയിരിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ കാര്യം സ്വസ്ഥമാക്കിയാൽ മാത്രം പോരാ. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ജോർജ് ബോഷി എഴുതിയൊരു പാട്ടുണ്ടല്ലോ, ഒരു നാളിൽ സന്നിധിയിൽ. ആ പാട്ട് ഞാൻ എപ്പോഴും പാടുമ്പോഴേ എപ്പോഴായാലും കരഞ്ഞോണ്ട്, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, കരഞ്ഞോണ്ടേ പാടിയിട്ടുണ്ട്. ഒരു നാളിൽ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ നിൽക്കുമെന്ന് ബോധ്യം എനിക്കുണ്ട്. ഒഴിഞ്ഞ കൈകളുമായി നിൽക്കുവാൻ എനിക്ക് ഇടയായിട്ടില്ല. കർത്താവിന് സ്തോത്രം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യമാണ്. നമുക്ക് ആ ഭാഗ്യം കിട്ടി. അല്ല, ആ ഭാഗ്യം ലഭിക്കാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ കുറിച്ചുള്ള ആത്മഭാരം നമ്മളെ അലട്ടുവാൻ ആവശ്യമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. അടുത്ത് പറയുന്ന ആ വാചകം കൂടെ, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഏതാണ് ഈ രണ്ടാം മരണം? ഒന്നാം മരണം ശാരീരിക മരണം. രണ്ടാമത്തെ മരണം ഏതാണ്? ഞാൻ വേഗം പറയാം. 20-ാം അധ്യായം തന്നെ രണ്ടാമത്തെ മരണം ഏതാണെന്ന് 20-ാം അധ്യായത്തിലുണ്ട്. 14-ാം വാക്യം. മരണത്തെയും പാതാളത്തെയും എല്ലാവർക്കും അറിയാമല്ലോ, ചേർന്നങ്ങ് പറ, ഉറക്കം കൂടെ പോട്ടെ. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. എന്താ രണ്ടാമത്തെ മരണം? ഏതാ രണ്ടാമത്തെ മരണം? തീപ്പൊയ്കയാ രണ്ടാമത്തെ. തീപ്പൊയ്ക എന്ന് പറഞ്ഞാൽ, ലളിതമാക്കി ഒറ്റ വാക്കിൽ, തീപ്പൊയ്ക എന്ന് പറഞ്ഞാൽ നരകം. അവരുടെ മേൽ നരകത്തിന് അധികാരമില്ല. ആരുടെ മേൽ? ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരുടെ മേൽ നരകത്തിന് യാതൊരു അധികാരം. സ്തോത്രം. നമ്മളൊക്കെ ആരാധിക്ക് പാട്ടൊക്കെ പാടുന്നതന്നെ, പക്ഷെ ഒത്തിരി ധ്യാനിച്ച് പാടി വേണം, ഉള്ളം കത്തി വേണം ദൈവത്തെ ആരാധിക്ക്. പാട്ട് പാടുന്നെ ബൈബിള് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് പോലെ പ്രധാനപ്പെട്ടതായി ആരാധനയ്ക്ക് പാടുന്ന പാട്ട്. എൻ്റെ നാമം ജീവപുസ്തകത്തിൽ, എൻ്റെ നാമം ചേർത്തതിനെ ഓർത്തിതാ. വന്ദനം 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 ആധാ നിന്റെ രക്ഷയ്ക്കാ. എൻ്റെ നാമം ജീവപുസ്തകത്തിൽ. ഇനി മരണത്തിന് എൻ്റെ പേര് യാതൊരു അധികാരവും ഇല്ല. രണ്ടാം മരണത്തിനൊട്ടുമേ സമയം ഇനി നമ്മുടെ മുമ്പിൽ അധികമില്ലല്ലോ. വേഗം നമ്മൾക്ക് മുന്നോട്ട് പോവാം. ആറാമതായി 1-ാം അധ്യായത്തിലെ 3-ാം വാക്യത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ആവർത്തിച്ച് പറയുന്ന കാര്യം. 22-ാം അധ്യായം, വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 22-ന്റെ 7. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ആദ്യം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇതാ പറഞ്ഞിരിക്കുന്നല്ലേ,
ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ വായിക്കുന്നവർ, കേൾക്കുന്നവർ, എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒരുപാട് പ്രമാണിക്കാനുള്ള അനുഗ്രഹീതമായ കൽപ്പനകൾ ഇതിലുണ്ട്. അവ അനുസരിക്കുന്നവർ ആരാണ്? ഭാഗ്യവാന്മാർ. ഇനിയും ഒരു വചനം കൂടെ ഉണ്ട് അവിടെ, അതോടെ ഞാൻ ഉദ്ധരിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാം. 22-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. 22-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. 7-ാമത്തെ ഭാഗ്യമാണ് ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ആരാ? ഭാഗ്യവാന്മാർ. ഇത് ഭാവിയിൽ നമ്മുടെ കർത്താവിനോടൊപ്പം ആരംഭിക്കുന്ന നിത്യതയോട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കാന്തയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട് എന്ത് ചെയ്യാണ്? ഇറങ്ങി വരുന്നത് യോഹന്നാൻ കാണുന്നതാണ് 21ഉം 22ഉം അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഗോപുരങ്ങൾ എന്ന് പറയുന്നത് ഈ പുതിയ നഗരത്തിലെ വാതിലുകളാണ്. 12 ഗോപുരങ്ങൾ. അതിനെക്കുറിച്ചും പാട്ടുണ്ട്. നിങ്ങളൊക്കെ വീട്ടിൽ പോയിരുന്ന് അങ്ങ് പാടിയാൽ മതി. 12 ഗോപുരങ്ങളാണ്. ആ 12 ഗോപുരങ്ങളിലൂടെ കടക്കേണ്ടതിന് ഒരു യോഗ്യത ഉണ്ടാവണം. അതിന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? ആ ഗോപുരങ്ങളിൽ കൂടെ, വാതിലുകളിൽ കൂടെ കടക്കേണ്ടതിന് എന്ത് ചെയ്യണം? തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. 8:20 ഞാൻ അവസാനിപ്പിക്കും. അതുകൊണ്ട് വിശദീകരണം കൂടാതെ, വസ്ത്രം ഇവിടെ ഉണ്ടോ? വസ്ത്രമുണ്ടോ? ഉണ്ടല്ലേ? വസ്ത്രം എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അലക്കണമെന്നാണ്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് പരമപ്രാധാന്യം. ഈ 19-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നോക്കി, 7ഉം 8ഉം വാക്യങ്ങൾ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. ആ വാക്യം ഒന്ന് സൂക്ഷിച്ചു നോക്കി. അടുത്ത വാചകം, അവൻ്റെ കാന്തയും കർത്താവ് ഒരുക്കിയിരിക്കുന്നു. അവൻ്റെ കാന്തയെ കർത്താവ് ഒരുക്കിയിരിക്കുന്നു. എങ്ങനെയാണോ? കർത്താവ് തൻ്റെ കാന്തയെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അതാണ് കറയും ചുളുക്കവും ആര് മാറ്റുക? കർത്താവ് മാറ്റുക. ഞാൻ പറയുന്നത് അതുപോലെ മനസ്സിലാക്കണം. അത് കർത്താവ് ചെയ്യുന്ന ശുദ്ധീകരണം. മനസ്സിലായോ? കർത്താവ് കറയും ചുളുക്കവും എന്ത് ചെയ്യും? നമ്മുടെ വസ്ത്രത്തിലെ കറയും ചുളുക്കവും മാറ്റുക. ഇവിടെ അവൻ്റെ കാന്ത കർത്താവ് ഒരുക്കുന്ന കാര്യമല്ല. പിന്നെ ഓരോ വചനവും വാക്കുവിടാതെ സൂക്ഷിച്ചു വായിക്കണം. തന്നെത്താൻ ഒരുക്കുന്ന കാര്യമാണ്. ഒരു ദൈവ പൈതൽ തന്നെ ഒരുക്കുന്ന കാര്യമാണ്. നിർത്തണ്ട. 8-ാം വാക്യം കൂടെ വായിച്ചു. വസ്ത്രം അലക്കുന്ന കാര്യത്തോട് ചേർത്താണ്. നമുക്ക് അവിടെ ചെല്ലുന്നുണ്ട്. ആര് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വിശേഷ വസ്ത്രം റെഡിയാക്കി വെച്ചിരിക്കും. ആരാ തരുന്നത്? കർത്താവ് തരിക. ഇനി ആ വസ്ത്രം നോക്കി, പറയിടാനൊന്നും ഞാൻ പറയുന്നില്ല. തന്നെത്താൻ ഒരുക്കുന്ന എങ്ങനാന്നാ പറഞ്ഞത്? എങ്ങനാ? നമുക്ക് വേദോത്സവത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള വാക്യമെന്നറിയാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന്
നിങ്ങൾ കാരണമല്ല, പിന്നെ ജോൺസൺ ബ്രദറെ, നിങ്ങൾ കാരണമല്ല, പ്രവൃത്തികളും. എന്തൊരു സന്തോഷമാണ്. മോളിൽ ചെല്ലുന്നണ്ണേ നമ്മക്ക് ഉടുക്കാൻ കിട്ടുന്ന വസ്ത്രം 4 മുതൽ 8 വരെ പിന്നെ പറയാം അടുത്ത ക്ലാസ്. നമുക്ക് ഉടുക്കാൻ കിട്ടുന്ന വസ്ത്രമാ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വസ്ത്രമാണ്. ഏതാ? നീതി. സഹോദരി സഹോദരന്മാരെ, നിർത്തട്ടെ ഞാൻ. ഒരല്പനേരം ദൈവസേനയിൽ കണ്ണടച്ച് ധ്യാനിച്ചു. നമ്മുടെ ജീവിതം കർത്താവ് പറഞ്ഞു, മത്തായി 5:20, നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുമെന്ന്. ബ്രദറുകാരായിരുന്നു ആ വാക്യം പറഞ്ഞിരുന്നെങ്കിൽ എഴുതിയതെങ്കിൽ ഇങ്ങനെ എഴുതിയത്, ഇതാ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. കർത്താവ് പറഞ്ഞ ഒരു ദാക്ഷിണ്യമില്ല, സ്വർഗരാജ്യത്തിൽ കടക്കുകയെന്ന്. നീതിപ്രവൃത്തികളുടെ നമുക്ക് ബന്ധമുണ്ടോ? നീതിപ്രവൃത്തി ഇല്ലെങ്കിൽ നിന്റെ രക്ഷയാ സംശയിക്കാം. പ്രവൃത്തിയില്ലാത്ത രക്ഷ യഥാർത്ഥ രക്ഷ. രക്ഷയ്ക്കകത്ത് എന്തുണ്ട്? കൃപയ്ക്കകത്ത് എന്തുകൊണ്ട്? കൃപ എന്തിനാ തരുന്നത്? കൃപ എന്തിനാ തരുന്നത്? പ്രവർത്തിക്കാനാണ് കൃപ. വേദപുസ്തകർക്ക് മാട്ടിയും കോട്ടിയും ഒന്നും പഠിപ്പിക്കരുത്. അതുപോലെ പഠിക്കണം. നമ്മുടെ ജീവിതത്തെ നമ്മൾക്ക് ക്രമീകരിക്കാം, കർത്തൃസന്നിധിയിൽ നമ്മൾക്ക് സമർപ്പിക്കാം. വെളിപാട് പുസ്തകത്തിൻ്റെ ഒരു പഠനമായി ഇത് കണ്ട് നമ്മുടെ തല വലുതാക്കാനല്ല, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ കാന്തരമായി തീരട്ടെ. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാണ്.